PSC ടിപ്സ് ആൻഡ് ട്രിക്സിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് വരുന്ന 10th മെയിൻസ് പരീക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള നമ്മുടെ ടൈം ടേബിൾ പ്രകാരമുള്ള ക്ലാസ് ആണ്. അപ്പോൾ 100 ദിവസത്തെ ടൈം ടേബിൾ ആണ് നമ്മൾ തന്നിട്ടുണ്ടായിരുന്നത്. ഓരോ ദിവസവും ടൈം ടേബിൾ പ്രകാരമുള്ള ക്ലാസ്സുകളും നമ്മൾ തന്നെ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ഇതുവരെയും നമ്മുടെ 10th മെയിൻസ് ടൈം ടേബിളിനെ കുറിച്ച് അറിയാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ 10th മെയിൻസ് എന്ന് പറയുന്ന നമ്മുടെ പ്ലേലിസ്റ്റിൻ്റെ ലിങ്ക് കൊടുത്തേക്കാം. അതിൽ കയറി ചെക്ക് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് നമ്മൾ ചെയ്തിട്ടുള്ള എല്ലാ ക്ലാസ്സുകളും കാണാൻ വേണ്ടി പറ്റും. പിന്നെ നമ്മുടെ ടൈം ടേബിൾ ഫോളോ ചെയ്യുന്നവരാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ടെലിഗ്രാം ചാനലും കൂടെ ജോയിൻ ചെയ്യണം. കാരണം ഓരോ ദിവസവും പഠിക്കേണ്ട ടോപ്പിക്സ് എന്തൊക്കെയാണ്, അതുപോലെ ക്ലാസ്സുകൾ കഴിഞ്ഞ നോട്ട്സ് PDF ഇതെല്ലാം നമ്മൾ ഷെയർ ചെയ്യുന്ന ടെലിഗ്രാം വഴിയാണ്. ടെലിഗ്രാമിൽ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് താഴെ കമൻറ്റ് ബോക്സിൽ ഫസ്റ്റ് കമൻറ്റായിട്ട് ടെലിഗ്രാമിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. എല്ലാവരും കയറി ജോയിൻ ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇന്ന് 10th മെയിൻസ് നമുക്ക് ഇന്ന് പഠിക്കേണ്ട ടോപ്പിക്സ് നോക്കാം. ഇന്ന് ഡേ 21 ആണ്. ഇന്ന് പഠിക്കേണ്ട ടോപ്പിക്സ് 2 SCRT പാഠഭാഗങ്ങൾ മാത്രമാണ് ഇന്ന് പഠിക്കാൻ വേണ്ടി തന്നിട്ടുള്ളത്. 8th സ്റ്റാൻഡേർഡിൽ സോഷ്യൽ സയൻസ് ചാപ്റ്റർ 12 ഭൂമിയിലെ ജലം, 9th സ്റ്റാൻഡേർഡ് സോഷ്യൽ സയൻസ് ചാപ്റ്റർ 1 സർവവും സൂര്യന. ഈ 2 ചാപ്റ്ററാണ് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ ഈ 2 ചാപ്റ്ററും നമ്മൾ യൂണിവേഴ്സിറ്റി അസിസ്റ്റൻറ്റ് എക്സാമിന് വേണ്ടിയിട്ട് കംപ്ലീറ്റ് ആയിട്ട് എടുത്തിട്ടുള്ളതാണ്. വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് 2 ചാപ്റ്ററും എടുത്തിട്ടുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് ഇത് വീണ്ടും റിപ്പീറ്റ് ചെയ്തെടുക്കുന്നില്ല. ആ വീഡിയോയുടെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. ടെലിഗ്രാം വഴിയും ഷെയർ ചെയ്ത് തന്നേക്കാം. അപ്പോൾ ആ വീഡിയോ കണ്ടിട്ട് നിങ്ങൾ പഠിക്കുക കേട്ടോ. 8th സ്റ്റാൻഡേർഡിൽ ചാപ്റ്റർ 12 ഭൂമിയിലെ ജലം, 9th സ്റ്റാൻഡേർഡിൽ സർവവും സൂര്യന. ഈ 2 ചാപ്റ്ററാണ്. അപ്പോൾ അത് കംപ്ലീറ്റ് ആയിട്ട് താഴെ വീഡിയോയുടെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അതിൽ കയറി വീഡിയോ കണ്ട് പഠിക്കാം. നമ്മൾ ഈ പറയുന്നത് മുഴുവനായിട്ട് കേൾക്കാത്തത് കൊണ്ടാണ് മുഴുവനായിട്ടും ചാപ്റ്റർ ഇല്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് കമൻസ് വരാറുണ്ട്. അപ്പോൾ നമ്മൾ ചില ചാപ്റ്റേഴ്സ് ഓൾറെഡി എടുത്തിട്ടുള്ളതാണെങ്കിൽ അതിൻ്റെ ലിങ്കാണ് പ്രൊവൈഡ് ചെയ്യുന്നത് കേട്ടോ. നമ്മൾ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് നമ്മൾ അത്രയും ഡീറ്റെയിൽഡ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് കംപ്ലീറ്റ് പോയിന്റ്സും പറഞ്ഞുകൊണ്ടാണ് ഓരോ ക്ലാസ്സും എടുക്കുന്നത്. അപ്പോൾ അത് വീണ്ടും റിപ്പീറ്റ് ചെയ്ത് എടുക്കേണ്ട ആവശ്യമില്ല എന്ന് തോന്നിയത് കൊണ്ടാണ് ആ വീഡിയോസിൻ്റെ ലിങ്ക് തന്നെ താഴെ കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ അത് കയറി ചെക്ക് ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾ വീഡിയോസ് കാണാൻ വേണ്ടി ശ്രമിക്കാം. ഓക്കെ ആണല്ലോ? അപ്പോൾ എന്തായാലും നമുക്ക് അടുത്ത ക്ലാസ്സുമായിട്ട് വീണ്ടും കാണാം. താങ്ക്